അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ മുഹറം മാസം നമ്മോട് വിട പറയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഹറമിൻ്റെ 27-ാം രാവിലും 27-ാം പകലിലും ചൊല്ലേണ്ട ശ്രേഷ്ഠമായ ദിക്റുകളാണ് ഇന്നത്തെ ഈ മജ്‌ലിസിൽ നമ്മൾ ചൊല്ലുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവ്, തിങ്കളാഴ്ച പകലും ശ്രേഷ്ഠമായ ഒരു സമയങ്ങളാണ്. ആ മഹത്തായ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളാണ് ഇന്നത്തെ മജ്‌ലിസിലൂടെ നാം ചൊല്ലാൻ പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. വന്നുപോയ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മോശം കാരണം നിഅമത്തെടുത്ത് കളയല്ല റബ്ബേ. രോഗങ്ങളും വേദനകളും ശിഫയാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. നാഥാ, ഖൈറ് നൽകണേ, വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവിടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ല, അവസാനം വരെ പങ്കെടുക്കുക, അറിയുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പല ഹലാലായ മുറാദുകളുണ്ട്, പല പ്രയാസങ്ങളും നമുക്കുള്ളവരുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി, ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കിട്ടാൻ വേണ്ടി 66 തവണ എല്ലാവരും ഫാത്തിഹ സൂറത്ത് നേർച്ചയാക്കി ഓതുക. ഞാൻ എൻ്റെ ഇന്ന മുറാദ് ഹാസിലായി കിട്ടാൻ വേണ്ടി, അല്ലെ ഇന്ന പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടി 66 തവണ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നേർച്ചയാക്കി നമ്മൾ ആ ഫാത്തിഹ സൂറത്ത് അക്ഷരം തെറ്റില്ലാതെ നമ്മൾ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് പൂർണ്ണമായ ഫലമുണ്ടായിത്തീരും. നമ്മുടെ ഈ സലാഹ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ 66 തവണ ഫാത്തിഹ ഓതിയതായ ഒരു മജ്‌ലിസ് ഉണ്ട്. എല്ലാവരും അത് എടുത്തുകൊണ്ട് എന്നതിൽ പങ്കാളികളാവണം. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, ഹലാലായ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരട്ടെ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. റബ്ബേ, സ്വീകരിക്കണേ. ഫാത്തിഹ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ മുഹറം 27-ന് മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ മുഹറം 27-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും അർവാഹിലേക്ക് എത്തിക്കണേ. അവർക്ക് ഞങ്ങൾ ഓതുന്ന ഈ ഫാത്തിഹ ഖബറിൽ ആശ്വാസമുള്ള ഒരു അമലാക്കി കൊടുക്കണേ. അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് ലഭിക്കാൻ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. റബ്ബേ, ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസിയെ കബൂലാക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഷർറിൽ നിന്നും, ഷർറായ ഖളാഇൽ നിന്നും, ഫിത്നകളിൽ നിന്നും, ഫിത്നക്കാരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിങ്ങളോട് ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് തസ്ബീഹ് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ശ്രേഷ്ഠമായ തസ്ബീഹാണ്. വല്ലാത്ത ഫضലുള്ള തസ്ബീഹാണ്. അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട തസ്ബീഹാണ്. മാത്രമല്ല, മീസാൻ എന്ന തുനാസിൽ കനം തൂങ്ങുന്ന തസ്ബീഹാണ്. പറയാനോ എളുപ്പമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനാ തസ്ബീഹ് ഇങ്ങനെ പറയുമ്പോൾ എത്ര മനോഹരമാണ് ആ ഒരവസ്ഥ. നമുക്ക് 33 തവണ ശ്രേഷ്ഠമായ തസ്ബീഹ് ചൊല്ലാം. അല്ലാഹു തആല നമ്മുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. അർശിന്റെ തണല് ലഭിക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാഗം തൂങ്ങുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കിനി ഇസ്തിഖാമത്ത് നൽകണേ, ആഫിയത്തും ഹിദായത്തും നിലനിർത്തി തരണേ, മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുഹറം മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്ർ, യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്ർ, വിശുദ്ധമായ ഖുർആന് പരാമർശിച്ച ദിക്ർ 40 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, രോഗങ്ങളും വേദനകളും ശിഫയാക്കി തരണേ അല്ലാഹ്. റബ്ബേ മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചോനെ ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ പ്രാഥമികമായ ഞങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت ربي لا إله إلا أنت خلقتني أنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ പടച്ചോനെ, നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും സമ്മതിക്കുകയാണ്. നീയല്ലാതെ മാപ്പാക്കുന്നവനില്ല. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ പടച്ചോനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി ഇനി നമുക്ക് അഫ്ളൽ ദിക്ർ ചൊല്ലാം 33 തവണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا الله 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 محمد رسول الله. റബ്ബേ കലിമത്ത് തൗഹീദിന്റെ മേൽ ജീവിപ്പിച്ച് മരണം ഹൈറാവുന്ന സമയത്ത് തൗഹീദിന്റെ കലിമത്ത് ഉറക്കെ പറഞ്ഞ് സ്വർഗങ്ങൾ കണ്ട് നിന്റെ പൊരുത്തം ലഭിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യാം 7 തവണ. വലിയ മഹത്തമാണ്. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم റബ്ബേ കബൂലാക്കണേ റബ്ബേ. ഈ മഹത്തായ 2 ആയത്തുകൾ 7 തവണ ഓതിയ മുഅ്മിനായ മനുഷ്യന് എന്തെല്ലാം പ്രതിഫലങ്ങളാണോ, എന്തെല്ലാം ഖൈറുകളാണോ നീ നൽകുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ, റാഹത്ത് നൽകണേ, ആഫിയത്ത് നൽകണേ അല്ലാ. വിജയം നൽകണേ, പരാജിതരിൽ പെടുത്തല്ലേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് കടങ്ങളുള്ള ആളുകൾ ചൊല്ലേണ്ടതായ, അവർ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് ദിവസേന നമ്മൾ പതിവാക്കി മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരും. തീർച്ചയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഫാരിജിൽ ഹമ്മി വകാശിഫൽ ഗമ്മി മുജീബ ദഅവത്തൽ മുൽതരീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറതി വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. റബ്ബേ, പ്രയാസപ്പെടുന്നവരുടെ, ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന, വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കാണിച്ചു തരുന്ന നാഥാ, ഞങ്ങൾക്ക് നീ തുണയാവണേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, 3 തവണ സ്വലാത്തുൽ ഫാത്തിഹ ഓതാം. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. റബ്ബേ, ഫത്ഹ് നൽകണേ. ഖൈറിന്റെ, ബറക്കത്തിന്റെ, നിഅമത്തിന്റെ, തൗഫീഖിന്റെ, രോഗശമനത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ. തടസ്സങ്ങളൊക്കെ നീക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, 3 തവണ സ്വലാത്ത് തിബ്ബ് ചൊല്ലാം. റബ്ബ് സ്വലാത്ത് തിബ്ബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും വേദനകളും ശിഫയാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. قبولاكنا يا الله. بسم الله الرحمن الرحيم.
الصلاة والسلام عليك يا رسول الله 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 കബൂലാക്കണേ റബ്ബേ. തിങ്കളാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് പല പ്രയാസങ്ങളുണ്ട്, പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയയുടെ അർവാഹിലേക്ക് ഇതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ പടച്ചോനെ. ഇതിൽ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, വല്ലിപ്പ വല്ലിമ്മമാരുണ്ട്, മറ്റു ബന്ധപ്പെട്ടവരുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. നാഥ അവരുടെയൊക്കെ ഖബറിലേക്ക് ഇതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. റബ്ബേ മാപ്പ് നൽകണേ, ഹൃദയം മനോഹരമാക്കി തരണേ, ഈമാൻ നിറച്ചു തരണേ, സ്വഭാവം നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുനിയവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ നീ സ്വലാഹിയത്തിലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാ. മടി മാറ്റി തരണേ അല്ലാ. അശക്തത ഞങ്ങൾക്ക് തരല്ല പടച്ചോനെ. പേടി തരല്ല അല്ലാ. ഭീരുത്വം തരല്ല പടച്ചോനെ. പിശുക്ക് തരല്ല അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. വേദനകളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ക്യാൻസർ തരല്ല റബ്ബേ. കിഡ്നിയുടെ രോഗം തരല്ല റബ്ബേ. ആമാശയ സംബന്ധമായ രോഗങ്ങൾ തരല്ല റബ്ബേ. ലിവറിന്റെ രോഗം തരല്ല റബ്ബേ പടച്ചോനെ. അതുപോലെ പല ജാതി രോഗങ്ങൾ റബ്ബേ, വിട്ടുമാറാത്ത രോഗങ്ങളെ കൊണ്ട്, മാരക രോഗങ്ങളെ കൊണ്ട്, പകർച്ചവ്യാധി രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ, മനസ്സിന് നീ ഹിമ്മത്ത് നൽകണേ, ശരീരത്തിന് ആഫിയത്ത് നൽകണേ, ഹിദായത്തും ആഫിയത്തും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. ദുആ കൊണ്ട് വസീയത്ത് ഇതിന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അവർക്ക് ഖൈർ നൽകണേ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരോ മുഅ്മിനീങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചോനെ നിന്റെ പൊരുത്തത്തിലായ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരണേ അല്ലാ. പ്രയാസങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു സങ്കടമാണെങ്കിലും അതിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റബ്ബേ. പടച്ചോനെ പല ജാതി സങ്കടങ്ങളുള്ളവരുണ്ട്, ഓരോന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. പടച്ചോനെ നിനക്കറിയാം, ഞങ്ങളുടെ മനസ്സ് കാണുന്നുണ്ട്. ഏതൊരു വിഷയത്തിന്റെ പേരിലാണോ ഞങ്ങളുടെ മനസ്സിൽ സങ്കടമുള്ളത് അത് നീ മാറ്റിത്തരണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ, ബറക്കത്തുള്ള ജീവിതം നൽകണേ. സജ്ജനങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.